കഠിനംകുളത്ത് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകം നടന്ന വീട് റൂറൽ എസ് പി എസ് സുദർശൻ സന്ദർശിക്കുകയാണ് ഇപ്പോൾ. പ്രതിരക്ഷപ്പെട്ട സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറിലാണ് പ്രതി കടന്നത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ജിബിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, അവിടെ റൂറൽ എസ് പി എത്തിയതിനു ശേഷം അവർ പുതിയതായി എന്തെങ്കിലും ആ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? രാജീവ്, അല്പസമയം മുമ്പാണ് റൂറൽ എസ് പി സുദർശൻ ഈ വീട് സന്ദർശിച്ചത്. ഇതൊരു ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീടാണ്. ഇവിടെയാണ് ഈ മരിച്ച ആതിരയും ഭർത്താവായിട്ടുള്ള പൂജാരിയും ഒക്കെ തന്നെ താമസിച്ചു വന്നിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഒരു കഠിനംകുളം കൊലപാതക കേസുമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാവിലെ ഈ ഒരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷം പ്രതി ഈ ആതിരയുടെ സ്കൂട്ടറിലാണ് ഇവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആ ഒരു സ്കൂട്ടർ ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ പോലീസ് അത് അതായത് പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വദേശമായ എറണാകുളത്തേക്ക് ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നു വരികയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റൂറൽ എസ് പി ഇപ്പോൾ ഈ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ പെരുമാതുറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത്. ഇനിയുള്ള പോലീസിന്റെ നടപടി എന്ന് പറയുന്നത് ഈ ഒരു വീടിനുള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്താൻ പോകുന്നത്. കാരണം ഈ യുവതിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് ദിവസമായി ഒരു പദ്ധതി ആസൂത്രണം ചെയ്താണ് ഈ യുവാവ് നടപ്പാക്കിയതെന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുവാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചു വന്നിരുന്ന ആ ഒരു വീട് പരിശോധിക്കേണ്ടതുണ്ട്. ആ വീട് ഇന്ന് രാവിലെയോട് കൂടിയാണ് പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഉടനടി ഈ ഒരു യുവതി കൊല്ലപ്പെട്ട വീടിൻ്റെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം DYSPയുടെ നേതൃത്വത്തിൽ ഈ യുവാവ് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന വീട് കൂടി ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല ഈ യുവതിയുടെ ആതിരയുടെ സ്കൂട്ടറിലാണ് സംഭവത്തിന് ശേഷം പ്രതി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂട്ടറിൽ കൂടി മറ്റെന്തെങ്കിലും, അതായത് യുവതിയുടെ കഴുത്തിനാണ് കത്തി കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കത്തി അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ യുവാവ് ഉപയോഗിച്ചു എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും സാധനങ്ങളോ ആയുധങ്ങളോ എന്തെങ്കിലും ഈ വാഹനത്തിന്റെ അകത്തുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ്. എന്തായാലും റൂറൽ എസ് പിയുടെ പരിശോധന അവിടെ നടക്കുന്നു.